CPM-ന്റെ കെ വി സുമേഷ് വിജയിച്ചു. 349 വോട്ടുകൾക്കാണ് കെ വി സുമേഷിന്റെ ജയം. അതായത് കോട്ടകളിലൊന്നെങ്കിലും സംരക്ഷിക്കാൻ സാധിച്ചു CPM-ന് എന്നതാണ്. അതാണല്ലോ അഴീക്കോട് നിന്നുള്ള വിജയം. പക്ഷേ അത് എൽദോ സൂചിപ്പിക്കുന്ന പോലെ കേവലം 300 വോട്ടിനാണെങ്കിൽ ഇതാ മറ്റൊരു വിവരം പങ്കുവെക്കാനുള്ളത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവും വിജയിച്ചിരിക്കുന്നു എന്നതാണ്. അവിടെ AD തോമസ് വിജയക്കൊടി പാറിക്കുന്നു. ഏതാണ്ട് 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആണ് PP ചിത്തരഞ്ജനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ AD തോമസ് പരാജയപ്പെടുത്തുന്നത്. ഒരു തർക്കവും വേണ്ട. അന്നത്തെ രക്ഷാപ്രവർത്തനം തന്നെയാണ് AD തോമസിനെ നിയമസഭയിലേക്ക് എത്തിക്കുന്നത് എന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തല്ലിച്ചതച്ച AD തോമസ് ഇതാ കേരളത്തിന്റെ നിയമസഭയിലേക്ക് തന്നെ എത്തുന്നു. അതേ മുഖ്യമന്ത്രി ഇരുന്ന ആ ഇരിപ്പിടത്തിലേക്ക്, കേരളത്തിന്റെ നിയമസഭാ ഹാളിലേക്ക് MLA കുപ്പായം അണിഞ്ഞുകൊണ്ട് AD സതീശന് ഇനി എത്താം. ഒരു പോലീസിനെയും ഭയക്കാതെ, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഭയക്കാതെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു AD സതീശ് എന്നതാണ്. മിന്നുന്ന വിജയം ആണ് AD സതീശ്. PP ചിത്തരഞ്ജനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ തോൽപ്പിച്ചുകൊണ്ട് AD തോമസും ഇതാ എത്തുന്നു എന്നതാണ്. AD തോമസിന്റെ വിജയം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇനി ഒരു റൗണ്ട് മാത്രമാണ് ശേഷിക്കുന്നത്. പക്ഷേ ആ റൗണ്ടിൽ പരാജയപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള വലിയ ഭൂരിപക്ഷത്തിലേക്ക്, 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ആണ് പോകുന്നത്. നജീബ് കാന്തപുരം വിജയിച്ചിരിക്കുന്നു എന്നതാണ്. 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി, വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെയും നജീബ് കാന്തപുരത്തിന്റെ ലീഡ് ഉയർത്തുന്നത്, നിർണായകമാകുന്നത്. 8.25 അട്ടിവെച്ച പോലെ ഒരു നേതാവ് എന്ന് നജീബ് കാന്തപുരത്തിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പൊക്കമില്ലായ്മയെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഒരു മഹാകവിയെ, ഒരു സാഹിത്യകാരനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കേരളത്തിലായിരുന്നു മുഖ്യമന്ത്രി കാലഘട്ടത്തിന് നിരക്കാത്ത അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതെങ്കിൽ ഇപ്പോഴിതാ നജീബ് കാന്തപുരത്തെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ അതിലേറെ തലപ്പൊക്കത്തോടെ, അതേ പൊക്കത്തോടെ, അതേ ഉയരത്തോടെ, മുഖ്യമന്ത്രിയേക്കാൾ മികച്ച ഉയരത്തോടു കൂടി ഇതാ വിജയിപ്പിച്ചു കയറ്റുന്നു എന്നതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എവിടെയൊക്കെ ആരൊക്കെ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടോ ആ വിമർശനങ്ങൾ നേരിട്ടവരെല്ലാം വലിയ മാർജിനിൽ വിജയിക്കുന്നു. ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വിജയിക്കുന്നു എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.